അപ്പോഴേ ഇന്ന് നമ്മൾക്ക് കുക്കറും അതുപോലെ മിക്സിയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ചക്ക കേക്കിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കേക്കിന് വേണ്ടിയിട്ട് കാരമൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു 1/2 കപ്പ് ഷുഗർ കരിഞ്ഞു പോവാതെ നല്ല പോലെ കാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് കാരമലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിന് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കാരമലൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇനി നമ്മളിതാ കുറച്ച് ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മളിതാ ചക്കയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കാരമൽ ചെയ്ത് വെച്ചത് നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്ക് അതും കൂടെ ചേർത്ത് ചക്കയുടെ കൂടെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ അതേ കാരമലും ചക്കയൊക്കെ നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 6 ഗ്രാമ്പും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് നമ്മൾ 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പൗഡർ ഷുഗറിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മളൊരു 3/4 കപ്പ് അളവിന് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചക്കയും കാരമലും മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് 2 പാർട്ടായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്തിട്ട് വളരെ സാവധാനത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫാസ്റ്റായിട്ടൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു പോർഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് നട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നിറയെ ചേർക്കാം കേട്ടോ. നമ്മൾ പ്ലം കേക്കിലൊക്കെ ചേർക്കുന്ന പോലെ മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ ചേർക്കുന്നില്ല. എന്നാലും ചെറുതായിട്ട് നമ്മളിതാ കുറച്ച് കാഷ്യൂനട്ട് മാത്രം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ കുറച്ചായതുകൊണ്ട് ഞാനിതിൽ മൈദ കോട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കൂടുതലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുകയാണെങ്കിൽ ഉറപ്പായും മൈദയൊക്കെ കോട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിതാ നേരത്തെ തന്നെ ബേക്ക് ചെയ്യുന്ന ടിന്നിൽ ഓയിലും ബട്ടർ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 രീതിയിൽ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റൗ ടോപ്പിലും അതുപോലെ തന്നെ ഓവനിലും വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ കേക്ക് ടിന്നൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂനട്ടും കൂടെ നമ്മളിതാ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു പഴയൊരു കുക്കറാണ് കേട്ടോ ഓവൻ സെറ്റപ്പിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ റിങ് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. കുക്കറൊക്കെ എടുക്കുമ്പോൾ നല്ല പോലെ ചൂട് നിൽക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടായ കുക്കറിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 1 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിതാ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു സീവർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ബേക്കായി വരാനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് അടച്ചു വയ്ക്കുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെയാണ് നമ്മൾ ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ നമ്മളിതാ കേക്ക് ബാറ്റർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് 45 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കേക്ക് നല്ല പോലെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് നമ്മളിതാ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമ്മളുടെ 1 അവർ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ അടുപ്പിൽ വെച്ചിട്ടുള്ള നമ്മുടെ കേക്കൊന്ന് കുത്തി നോക്കുന്നുണ്ട്. നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതും കൂടെ നമുക്ക് എടുക്കാം. നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിം, ലോ ഫ്ലെയിമിൽ നിന്നും കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ഒരു ഫ്ലെയിം വെച്ചിട്ടാണ് നമ്മളിത് 1 അവർ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പെട്ടെന്ന് തന്നെ വിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകവശമൊക്കെ എങ്ങനെയുണ്ട്, സ്പോഞ്ചി ആയിട്ടുണ്ടോ ഇല്ലേ, ബേക്ക് ആയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ.
അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ലൊരു കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. നമ്മൾ സ്റ്റൗ ടോപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഓവൻ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കേക്ക് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. കരിഞ്ഞിട്ടോ ഒന്നുമില്ല, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ചക്ക കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്ത നമ്മുടെ കേക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ അതും നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 2 ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് അത് എടുത്തു മാറ്റിയത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇവിടെ എനിക്ക് ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ചെറിയൊരു കഷ്ണം ചക്കയാണ് നമ്മൾ മേടിച്ചത്. അപ്പം എന്നാൽ പിന്നെ ഒരു ചക്ക കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ല, നമ്മളുടെ ഓവനിൽ ഉണ്ടാക്കിയ കേക്കും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പർ ചക്ക കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഓവൻ വേണമെന്ന് ഒരു നിർബന്ധമില്ല, നമുക്ക് സ്റ്റൗ ടോപ്പിൽ ചെയ്തെടുക്കാം.